ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ശ്യാമിന്റെ കൊടും ചതി അഞ്ജലി അറിയാണ്. സത്യങ്ങൾ ശ്രുതി തന്നെ അഞ്ജലിയുടെ അടുത്ത് തുറന്നു പറയാണ്. ശ്രുതിയോട് സംസാരിക്കാനായിട്ട് ശ്യാം മുറിയിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ശ്രുതി ചോദിക്കുകയാണ്. അതെന്താ ശ്രുതി, നീ എന്നെ ഒരു അന്യനായിട്ടാണോ കാണുന്നേ? എനിക്കെന്താ നിന്നോട് സംസാരിച്ചൂടെ? പറ്റില്ല. നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളെ ഞാൻ അശ്വിൻ സാറിന്റെ അടുത്ത് പറയാതിരിക്കുന്നതേ ആ അഞ്ജലി ചേച്ചിയുടെ കാര്യം ഓർത്തുകൊണ്ട് മാത്ര. അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേനെ. പലതവണ ഞാൻ അശ്വിന്റെ അടുത്ത് കാര്യം പറയാനായിട്ട് ചെന്നതാ. എന്തൊക്കെയോ കാര്യം കൊണ്ട് അവനത് കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ നിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് നിനക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. പാവം, ഇത്രയും സ്നേഹിക്കുന്ന അഞ്ജലി മേഡത്തെ എന്തിനെങ്ങനെ വഞ്ചിക്കുന്നേ? നിനക്ക് എങ്ങനെയാ തോന്നുന്നേ എന്നൊക്കെ ചോദിക്കാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ അശ്വിൻ റൂമിലോട്ട് കയറി വരികയാണ്. രണ്ടുപേരും സംസാരിക്കുന്ന കാണുമ്പോ ആകെ കൂടെ ദേഷ്യം വന്ന് അശ്വിൻ അങ്ങ് ചെല്ലുന്നുണ്ട്. എന്താ ഇവിടെ ശ്യാം, എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കാണ്. അത് ഞാന് മതി, നീ എന്റെ റൂമിൽ നിന്ന് പോ എന്ന് അശ്വിൻ ശ്യാമിന്റെ അടുത്ത് പറയാണ്. ശ്യാമാണെങ്കിൽ അവിടെ നിന്ന് പോവാ. പിന്നീടായിട്ട് ശ്രുതിയോടുള്ള ദേഷ്യങ്ങളെല്ലാം അശ്വിൻ തീർക്കുന്നുണ്ട്. നീ എന്തിനാ അവന്റെ അടുത്ത് സംസാരിച്ചേ? പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ അവനുമായിട്ട് സംസാരിക്കരുതെന്ന്. വീണ്ടും എന്തിനാ നീ അവനോട് സംസാരിച്ചേ? ഞാൻ അവിടെ പോയി സംസാരിച്ചല്ലോ, അയാൾ ഇങ്ങോട്ട് കയറി വന്നതാ. എന്നോട് എന്തൊക്കെയോ ചോദിച്ചു, അതിന് മറുപടി കൊടുത്തു. നിങ്ങൾ എന്നെ ഇവിടെ കൂട്ടിലിട്ട് അടച്ചിരിക്കുകയല്ലേ? ആരോടും സംസാരിക്കാൻ പാടില്ല, ആര് ചോദിച്ചാലും മറുപടി കൊടുക്കാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാ! എനിക്കിവിടെ കിടന്നേ ആകെ വീർപ്പ് മുട്ട. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ. അല്ലെങ്കിൽ നിങ്ങൾ പറ, എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? എന്ത് കാര്യത്തിനാ? ഒന്നും തുറന്നു പറയാതെ എനിക്ക് വയ്യ ഇനി ഇവിടെ നിൽക്കാൻ. നിങ്ങൾ പറയുന്ന പോലെ 6 മാസത്തെ കണക്ക്, 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നേ എന്നൊക്കെ ശ്രുതി ദേഷ്യത്തോടു കൂടി ചോദിക്കാണ്. മതി, നീ സംസാരിച്ചത് മതി. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് അശ്വൻ പറയാണ്. ഇനി മേലാൽ അവനോട് സംസാരിക്കുന്ന കണ്ടാല് ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക എന്നും പറഞ്ഞ് അശ്വൻ അവിടെ നിന്ന് പോന്നു. പിന്നീടായിട്ട് ശ്രുതി കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുട്ടി കൃഷ്ണ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? പലതവണ ഞാൻ വിചാരിച്ചതാ നിന്നോട് സങ്കടങ്ങളൊന്നും പറയണ്ടെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ആരോടാ പിന്നെ പറയാ? നിന്നോടല്ലാതെ എന്നൊക്കെ ദൈവത്തിനോട് സങ്കടങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പിന്നീടായിട്ട് ശ്യാം ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ശരിയാവില്ല. അഞ്ജലിയെ ഇല്ലാതാക്കാൻ പലതവണ നോക്കിയിട്ടും അതൊക്കെ പരാജയപ്പെടാ. ഇത്തവണ എന്തായാലും അവളെയും അവളെ കുഞ്ഞിനെയും ഇല്ലാതാക്കണം. ഇന്ന് എന്റെ പ്ലാൻ നടന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്ന് ശ്യാം തീരുമാനിക്കുകയാണ്. ശ്യാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ശ്യാമേട്ടാ ആലോചിച്ച് നിൽക്കുന്നേ? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചതാ. എന്നെക്കുറിച്ചോ? എന്ത് കാര്യം? അത് നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും കുഞ്ഞ് ജനിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോയതാ. അത് തന്നെയാ എൻ്റെ മനസ്സിലും. എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യം തന്നെയാ. പിന്നെ ശ്യാമേട്ടാ, എനിക്കൊന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ശ്യാമേട്ടൻ എൻ്റെ കൂടെ വരുമോ? ശ്യാമേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ശ്രുതിയെ കൂട്ടി പൊക്കോളാം. ശ്രുതിക്കും പ്രീതിക്കും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ അവരെയും കൂട്ടി പോവാലോ എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഇത് കേൾക്കുന്ന ശ്യാമ അപ്പം തന്നെ പറയുന്നുണ്ട്, അതിനെന്താ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാ എന്ന്. അങ്ങനെ ശ്യാമ ശ്രുതിയുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം, സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ശ്രുതിയോട് പോയിട്ട് അഞ്ജലി പറയുന്നുണ്ട്, മോളെ നീ റെഡിയാവ്. എങ്ങോട്ടാ ചേച്ചി? കുഞ്ഞാ, ഇവൾക്ക് ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കല്യാണം പെട്ടെന്നുണ്ടായതല്ലേ, അതുകൊണ്ട് ശ്രുതിക്ക് വേണ്ട ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവളെ തന്നെ കൂട്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാന്ന് കരുതിയിട്ടാ അവളെ ഞാൻ കൊണ്ടുപോവാട്ടോ. ആ ശരി ചേച്ചി. അല്ല ചേച്ചി എങ്ങനെയാ പോകുന്നേ? അല്ല ശ്യാമേട്ടനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോക്കോളാം. ഇത് കേൾക്കുന്ന അശ്വൻ പറയുന്നുണ്ട്, വേണ്ട ഞാൻ വന്നോളാം, എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. എന്തിനാ കുഞ്ഞാ, നീ ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരികെ വന്നിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ പൊക്കോളാം, അത് കുഴപ്പമില്ലേടാ. വേണ്ട ചേച്ചി, ശ്യാമിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ പോന്നോളാം, എനിക്ക് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ എന്നാ ശ്യാമേട്ടൻ്റെ അടുത്ത് പറയട്ടെ, നിങ്ങളെന്നാ റെഡിയാവ്, ഞാൻ പ്രീതിയോടും പോയി പറയട്ടെ എന്നും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ശ്യാമിൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ ശ്യാമിന് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിലും ശ്രുതിയെ എൻ്റെ കൂടെ വിടില്ലല്ലോ എന്ന്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ എത്തുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്തായാലും നടക്കണമെന്ന് കരുതിയിട്ട് മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. പാലില് വിഷം കലർത്തി അഞ്ജലിക്ക് കൊടുക്കുക എന്നായിരിക്കും തീരുമാനിക്കുന്നത്. അങ്ങനെ അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ലല്ലോ, നിനക്ക് എന്തു പറ്റി? അത് എനിക്ക് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ചില മണങ്ങളൊന്നും എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാ.
എന്ന് കരുതി ഭക്ഷണം കഴിക്കണ്ടേ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ഭക്ഷണം കഴിക്കുന്നേ? അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമു വല്ലാണ്ട് അങ്ങ് സ്നേഹിക്കാണ്. എന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിനക്ക് പാലെടുത്തിട്ട് വരാം. ശ്യാമേട്ടാ, എനിക്കിനി ഒന്നും വേണ്ട, അത് പറ്റില്ല, ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം, നീ നേരെ വേണ്ട ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പാലെടുക്കാനായിട്ട് നമ്മുടെ ശ്യാം പോകുന്നുണ്ട്. ശ്യാം അങ്ങനെ അടുക്കളയിൽ ചെന്ന് പാലെല്ലാം തിളപ്പിച്ച് അതിലോട്ട് മരുന്നിങ്ങനെ ഒറ്റിക്കുന്നുണ്ട്. ഈ സമയത്ത് അത് കണ്ട് അശ്വിൻ നിൽക്കുന്നുണ്ടായിരിക്കും. ചേച്ചിക്കുള്ള പാലാണെന്ന് അറിഞ്ഞ് ആകെ പേടിച്ചായിരിക്കും അശ്വിൻ നിൽക്കുന്നത്. ഇതൊന്നും കാണാതെ ശ്യാം നേരെ റൂമിലോട്ട് പോവാണ്. ശ്യാമിന്റെ പുറകെ അശ്വിനും ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് കുടിക്കെന്നും പറഞ്ഞ് അഞ്ജലിക്ക് കൊടുക്കാണ്. ആദ്യം അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ട എനിക്ക് ഇത്രയൊന്നും വേണ്ട, പകുതി ശ്യാമേട്ടൻ കുടിച്ച് എനിക്ക് തന്നാ മതി, ഇത് മുഴുവനും നീ കുടിക്കണം, നിന്റെ ശരീരം നല്ല പോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അശ്വിൻ ഓടി വന്ന് ആ ഗ്ലാസ് അങ്ങ് തട്ടുന്നുണ്ട്. എന്താ കുഞ്ഞാ, നീ എന്താ കാണിക്കുന്നേ? അങ്ങോട്ടേക്ക് അപ്പോഴത്തേക്കും ശ്രുതിയും വരുന്നുണ്ട്. ചേച്ചി ആ പാല് കുടിക്കണ്ട, അതുകൊണ്ടാ ഞാൻ തട്ടിയത്. എന്താടാ, അത് ശ്യാമേട്ടൻ കൊണ്ടുവന്ന പാലല്ലേ, അത് കുടിച്ചാൽ എന്താ കുഴപ്പം കുഞ്ഞാ? അത് വേണ്ട ചേച്ചി, ആ പാല് അത് ശരിയല്ല, അതുകൊണ്ടാ. നിനക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ കുഞ്ഞാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എന്റെ കാര്യം നോക്കാൻ ശ്യാമേട്ടനില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അതിലും ഇതിലൊക്കെ നീ ഇങ്ങനെ തെറ്റ് കണ്ടുപിടിക്കല്ലേ. ശ്യാമേട്ടനുള്ളപ്പോ എനിക്കൊരു പേടിയില്ല, എന്റെ എല്ലാ കാര്യങ്ങളും ശ്യാമേട്ടൻ നോക്കുന്നില്ലടാ എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. അത് തന്നെ എന്റെ പേടി എന്നും അശ്വിൻ പറയാണ്. എന്താ കുഞ്ഞാ? ഒന്നുമല്ല ചേച്ചി, ആ പാല് കുടിക്കണ്ട, അത്ര തന്നെ. ശ്രുതിക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ പാലില് എന്തോ കലർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ അശ്വിൻ സാർ അത് തട്ടിക്കളഞ്ഞെന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. ഇങ്ങനെ പോയാല് അഞ്ജലി ചേച്ചിയുടെ ജീവന് തന്നെ ആപത്താണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും സത്യങ്ങളെല്ലാം അശ്വിൻ്റെ അടുത്ത് പറയാന്ന് കരുതിയിട്ട് വീണ്ടും ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട, നീയൊക്കെ കൂടി തന്നെയാ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നേ, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ടായെന്ന് വീണ്ടും വീണ്ടും ഓരോ തവണ ശ്രുതി ചെന്ന് പറയാൻ നേരത്തും അശ്വിൻ പറയാണ്. ഇനി അശ്വിൻ സാറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊട്ടീഷ്ണ, അതുകൊണ്ട് തന്നെ അഞ്ജലി മേഡത്തോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ അഞ്ജലി അടുക്കളയിലായിരിക്കും. അങ്ങോട്ടേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട്. ആ ശ്രുതി, എഴുന്നേറ്റോ, ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, എനിക്ക് ചായ ഒന്നും വേണ്ട. ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ കാര്യം, പറ. അത് പിന്നെ ശ്യാമേട്ടനെ കുറിച്ച് പറയാനാ. ശ്യാമേട്ടനെ കുറിച്ച് പറയാനോ? ആ അഞ്ജലി മാഡം, എനിക്ക് ശ്യാമേട്ടനെ കുറിച്ചാ സംസാരിക്കാനുള്ളത്. ഇത് കേട്ട് ശ്യാമ് ആകെ ഞെട്ടുന്നുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയൂ എന്നായിരിക്കും ശ്യാമിന്റെ പേടി. പെട്ടെന്ന് തന്നെ അഞ്ജലി എന്നും വിളിച്ച് ശ്യാം അങ്ങോട്ട് വരികയാണ്. എന്താ രണ്ടാളും കൂടെ സംസാരിക്കുന്നേ? അല്ല, ശ്യാമേട്ടനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് ശ്രുതി പറയായിരുന്നു. എന്താ ശ്രുതി, പറഞ്ഞോ, ശ്യാമേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അഞ്ജലി ചോദിക്കുകയാണ്. അത് ഒന്നുമില്ല ചേച്ചി, ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞ് ശ്രുതി വേഗം അവിടെ നിന്ന് പോവാണ്. കൂടെ നമ്മുടെ ശ്യാമും പോകുന്നുണ്ട്. എന്താ, നീ എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയെ വരട്ടാണ് ശ്യാമ.